ഞാനിത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഇന്നലെ 2 ദിവസം മുമ്പ് ഒ.പിയിൽ വന്നൊരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റിന് ശരിക്കും അസുഖം തുടങ്ങിയിട്ട് 20-25 കൊല്ലമായി കേട്ടോ. പക്ഷേ എപ്പോഴും ഞാൻ വിചാരിക്കും വീൽ ചെയറിലേക്ക് ചിലപ്പോൾ വരുന്നത്. കാരണം നമ്മുടെയൊക്കെ വന്ന് 2-3 കൊല്ലം 4-5 കൊല്ലം ആയിട്ടുള്ളൂ വന്നു തുടങ്ങിയിട്ട്. വീൽ ചെയറിലാണ് വരുന്നത്. പക്ഷേ വളരെ പ്രസന്നതയാണ്, വളരെ പോസിറ്റിവിറ്റിയാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്ത് വീട്ടിൽ തന്നെ ചെറിയ ഒരു വീട്ടിൽ നിന്ന് തൊഴിൽ ചെയ്ത് ചെറിയ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ചില യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. ജീവിതത്തോട് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. വേറെ കുറച്ച് ആളുകൾ ചിലപ്പോൾ വരും നമ്മുടെയൊക്കെ. പലപ്പോഴും ആദ്യം ഒരു 25 ജോയിൻറ്റും ഭയങ്കര വേദനയായിരിക്കും വന്നത്. ഒരു 5-8 കൊല്ലം മുമ്പ് അസുഖം തുടങ്ങി നമ്മുടെയൊക്കെ വന്നിട്ട് 1 കൊല്ലമേ ആവുന്നുള്ളൂ. അപ്പോൾ ബാക്കി ജോയിൻറ്റിലെല്ലാം വേദന കുറഞ്ഞു. പക്ഷേ വലത് മുട്ടിന് ചെറിയ തേയ്മാനമുണ്ട്. അതുകൊണ്ട് പടികൾ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ നമ്മുടെയൊക്കെ വന്നിട്ട് ഡോക്ടർ എനിക്ക് പടി കയറാൻ പറ്റുന്നില്ല. അതിൽ ഭയങ്കര ഡിപ്രഷനാണ് അവർക്ക്. താഴത്തിരുന്ന് പൂജ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഡിപ്രഷനാണ്. അവരതിനെക്കുറിച്ച് ഭയങ്കര വറീഡാണ്. അതിനെക്കുറിച്ച് വളരെയധികം കൂടുതൽ നമ്മൾക്ക് എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഡിസീസ്, ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലാണ് ഇവരുടെ വ്യത്യാസം. നമ്മളെപ്പോഴും കാണുന്നൊരു കാര്യമാണ്, ജീവിതത്തെയും അസുഖത്തെയും വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവർ അവരുടെ അസുഖം വളരെ നന്നായിട്ട് കൺട്രോളാകും. കാര്യം എന്താ? അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൈൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ അസുഖം പെട്ടെന്ന് കൺട്രോൾ ചെയ്യും. മരുന്ന് അവരിൽ ബെറ്ററായിട്ട് ആക്ട് ചെയ്യും. ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ളവരുടെ ഒരു വലിയ പ്രശ്നം, അവരെന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ അവർ ഈ 90% വേദന പോയത് അവർ മറന്നുപോകും. ഈ 10% വേദന ഉണ്ട് കേട്ടോ അവർക്ക്. ആ 10% വേദനയെ പെരുപ്പിച്ച് കണ്ട് അവർ വിഷാദത്തിലേക്ക് പോകും, അവർ സങ്കടത്തിൽ പോകും, അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാക്കി ചെയ്യാവുന്ന 99 കാര്യം അവർ ചെയ്യത്തുമില്ല. വിഷാദത്തിലേക്ക് പോകുമ്പോൾ എന്താ? ഈ വേദനയുടെ കാര്യം നമുക്കറിയാം. വേദന വിഷാദമുള്ളപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സന്തോഷമുള്ളപ്പോൾ വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഇല്ലാത്ത വേദന, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഉള്ള ഈ 10% വേദനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാതായ 90% നല്ലൊരു ശതമാനം തിരിച്ചു വരും. മാത്രമല്ല, അവർ ഈ ചെറിയൊരു പ്രശ്നത്തെ പെരുപ്പിച്ച് മനസ്സിൽ കാണിക്കുമ്പോൾ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്ത് പ്ലഷറബിൾ ആക്ടിവിറ്റി, നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യാതെയുമാകും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ നിലവാരം താഴത്തേക്ക് വരും. ഇതേപോലുള്ള ആറ്റിറ്റ്യൂഡാണ് വേറൊരു കാര്യം. നമ്മൾ മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ HCQ അല്ലെങ്കിൽ ലെഫ്ലൂണമായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതരോഗത്തിൽ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസുഖം കൺട്രോളാണ്. ആദ്യം വരുമ്പോൾ എന്താ ഏറ്റവും വലിയ പ്രശ്നം? നമുക്ക് ഭയങ്കര വേദനയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ വരുമ്പോൾ തന്നെ പറയും കുറച്ച് നാളത്തേക്ക് ഇത് മരുന്ന് കഴിക്കേണ്ടി വരും. ഒരു 6 മാസം 7 മാസമോ കഴിച്ച് കഴിയുമ്പോൾ ഒരു നല്ല രീതിയിൽ വേദന കുറഞ്ഞു. പക്ഷേ ഒരു മുട്ടിൻ്റെ വേദനയുണ്ട്. ഇവരെന്ത് ചെയ്യും? ഈ മുട്ടിൻ്റെ വേദന കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നും അങ്ങ് നിർത്തും. മുട്ടിൻ്റെ 5% വേദന 100-95 കുറഞ്ഞു, 5% വേദന കുറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നും അവർ നിർത്തും. നിർത്തി കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം വരുന്നത് എങ്ങനെയാണ്? അതിനേക്കാളും വലിയ വേദന കൂടി പഴയതിനേക്കാളും ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ആദ്യം കൊടുത്ത മരുന്നുകൾ കൊടുത്താൽ അത് എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ആ മരുന്നുകൾ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വീണ്ടും അത് മാത്രമല്ല, ഒരു മുട്ടായിരിക്കും ചിലപ്പോൾ തേഞ്ഞത്, അടുത്ത മുട്ടും തേയും. ഓരോ പ്രാവശ്യം നീർക്കെട്ട് വരുമ്പോഴും പലപ്പോഴും തേയ്മാനം വരും. അപ്പോൾ ഈ മരുന്ന് മുടക്കി പലപ്പോഴും അവർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈദ്യശാഖയിലേക്ക് പോകും. ചിലപ്പോൾ തിരുമാൻ പോകും, ചിലപ്പോൾ അല്ലെങ്കിൽ ഹോമിയോയിൽ പോകും, വേറെ എന്തെങ്കിലും മരുന്നിന് പോകും. ചിലപ്പോൾ ചില ആളുകൾ വളരെയധികം അസുഖം കൂടിയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ 2 മുട്ടും നല്ല നീര് കാണും. ആ നീര് വന്നിട്ട് നേരത്തെ ഒരു 5 ചെറിയ തേയ്മാനമുള്ള തേയ്മാനം കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അത് വേറൊരു തരത്തിൽ നമ്മളെ ബാധിക്കുന്ന നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് 2 തരത്തിൽ, നമുക്ക് ഫോർ എക്സാമ്പിൾ ഏതൊരു അസുഖത്തെയും 2 തരത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്ന്, എനിക്ക് ഈ രോഗമുണ്ട്, ഞാനതിനെ നേരിടും, അതിന് വേണ്ട സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട്, അതിന് വേണ്ട അറിവ് ഞാൻ സമ്പാദിക്കും, ഞാനിതിനെ നേരിടും, ഞാനിതിനെ കീഴ്പ്പെടുത്തും. ഇതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്നവർ ദേ വിൽ ഡു എക്സ്ട്രീംലി വെൽ ഇൻ ലൈഫ് വിത്ത് ദ ഡിസീസ്. അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ അസുഖം നല്ല രീതിയിൽ വരുതി കൊണ്ടുവരാൻ സാധിക്കും. മരുന്ന് കറക്റ്റായിട്ട് ഇവർ കഴിക്കും, കറക്റ്റായിട്ട് ഫോളോ അപ്പിന് വരും. അവരെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അവർക്ക് മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെയാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഇവരുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് ബേസിക്കലി അവർ ഉള്ളിൽ നിന്ന് ചിന്തിക്കും, എനിക്ക് നന്നായി ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർ, നമ്മുടെ തന്നെ ഫോളോ അപ്പിലുള്ളവർ
എയർ ഹോസ്റ്റസ്മാരുണ്ട്, തലയിൽ ഞാൻ പറഞ്ഞ വെയിറ്റ് പൊക്കുന്നവരുണ്ട്, എല്ലാ ജോലിയും ചെയ്യുന്നവരുണ്ട്. ഇപ്പം തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട്, ചില അമ്മമാരുണ്ട് തൊഴിലുറപ്പിന് പോയി ഇപ്പോഴും പണിയെടുക്കുന്നവരുണ്ട്, വീട്ടുജോലിക്ക് പോകുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. അപ്പം അവർ ഭയങ്കര പോസിറ്റീവാണ്, അവർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും ഡോക്ടറെ. ചിലപ്പോൾ വീൽ ചെയറിൽ വന്നായിരിക്കും. ഇന്നലെ തന്നെ ഒരു പേഷ്യൻ്റ് വന്നു, ഗുരുവായൂർ പോയിട്ട് ഞാൻ 15 മിനിറ്റ് ഡാൻസ് കളിച്ചു, അരങ്ങേറ്റം ചെയ്തു 42ാമത്തെ വയസ്സിൽ. അവരിനി അടുത്ത പ്രോഗ്രാം എടുക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണ് എപ്പോഴും നന്നായിട്ട് പോകുന്നത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാര്യം പറയട്ടെ. ഒന്ന്, ഞാൻ പറഞ്ഞു ഈ ഉള്ള 10% വേദനയെക്കുറിച്ച് അവർ വറി ചെയ്യും. രണ്ടാമത് അവർ വറി ചെയ്യുന്നത് ഈ മരുന്ന് കഴിക്കുന്നതേ അവർക്ക് പ്രശ്നമാണ്. ഡോക്ടർ ഇപ്പം വേദന കുറഞ്ഞു, അപ്പോൾ നമ്മൾ മരുന്ന് പതുക്കെ കുറച്ച് തുടങ്ങി. ഡോക്ടർ ഇത് മരുന്ന് കഴിക്കണോ? ഈ മരുന്നൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. അവരെന്താ ചെയ്യുന്നത്? അവരുടെ ചിന്താഗതി ഇങ്ങനെയാണ്, എനിക്കെന്തിനീ അസുഖം വന്നു, എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും ഇല്ലല്ലോ. അതായിരിക്കും ഫസ്റ്റ് ചിന്ത. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അസുഖം വന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് ആർക്കും ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതായിരിക്കും ഫസ്റ്റ്. അപ്പോൾ ഭയങ്കര വേദനയായിട്ട് വരുമ്പോൾ ഇതൊക്കെയായിരിക്കും അവരുടെ ചിന്ത. അത് കഴിഞ്ഞ് വേദന കുറഞ്ഞ് വരുമ്പോൾ ഇവരുടെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തിന് എത്ര നാൾ ഈ മരുന്ന് കഴിക്കണം, വേറെ ആരും ഈ മരുന്ന് കഴിക്കുന്നില്ലല്ലോ, ഈ മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ? ഇത് അമിതമായ പേടി, സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതിലൊക്കെ പേടിയുണ്ട്, നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ചിന്ത കാരണം എന്താ പറ്റുന്നത്, ഇവർ മരുന്ന് കഴിക്കുമ്പോൾ വളരെ സങ്കടത്തോടെയാണ് മരുന്ന് കഴിക്കുന്നത്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല എടുക്കുന്നത്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. എനിക്ക് എന്തിന് അസുഖം വന്നു, ഞാൻ മരുന്ന് കഴിക്കണമല്ലോ, എന്തിന് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ മരുന്ന് കഴിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും കുറച്ച് മരുന്ന് നിർത്തും, അല്ലെങ്കിൽ മരുന്നുകൾ വർക്ക് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒപ്റ്റിമൽ എഫക്റ്റ് കിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അസുഖത്തെ പോസിറ്റീവായിട്ട് കാണുക, മരുന്നുകളെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ പേടിയോടെയും ഒരു വെറുപ്പോടെയും അസുഖത്തെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി നിങ്ങളുടെ ഔട്ട്കം വളരെ മോശമായിരിക്കും. അസുഖം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. 2, അസുഖത്തിൻ്റെ തീവ്രത കൂടുതലായിരിക്കും. 3, നിങ്ങളുടെ ജീവിത നിലവാരം താഴത്തോട്ട് പോകും. അപ്പോൾ ചെയ്യാവുന്ന ഒരു സിമ്പിളാണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ അസുഖത്തെ നേരിടുക. പൂർണ്ണമായിട്ടും ഈ അസുഖം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കും.